ഹലോ, എൻ്റെ പേര് ഷാനു എന്നാണ്. ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യുവാണ്. പിന്നെയെന്ന് പറയുമ്പം ഈ വോയിസ് ഓഫ് സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് റീസൺസും കാര്യങ്ങളും ഇല്ല. പക്ഷേ എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്തയായിരുന്നു. മീൻസ് നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നത് മേ ബി ആയിരിക്കും. ഓക്കെ. പിന്നെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് പറഞ്ഞില്ല, എനിക്ക് കറൻ്റ്ലി അങ്ങനെ ഭയങ്കര വലിയ ഇൻസ്പിറേഷനും കാര്യങ്ങളും ഇല്ല. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പണ്ട് മുതലൊരു ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ ചാനലിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ഇനി അങ്ങോട്ട് ചിലപ്പം സ്റ്റോറീസ് നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ വോയിസ് ഓവർ ഞാൻ ചെയ്യും. ഓക്കെ. സ്റ്റോറീസ്, മോട്ടിവേഷണൽ ടോക്സ്, ചിലപ്പം ബുക്ക് റീഡിങ്, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ചാനലായിരിക്കും ഇത്. ഓക്കെ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്താണ്, എനിക്ക് പണ്ട് മുതലേ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എന്താണ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എന്തു ചെയ്തു, നീട്ടി വയ്ക്കുമായിരുന്നു. ഇപ്പം ഇത് 2026 വേണ്ടി വന്നു എനിക്കിതൊന്ന് തുടങ്ങാനായിട്ട്. ഓക്കെ. എൻ്റെ അന്നേരത്തെ ഒരു ചിന്തയെന്ന് പറയുമ്പം ആൾക്കാരെന്ത് വിചാരിക്കും. ഓക്കെ. കറൻ്റ്ലിയും ആ ചിന്ത ഇല്ലെന്നല്ല, ഇപ്പോഴും എനിക്ക് ആ ചിന്ത ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുവാണ് എപ്പോഴും എല്ലാവരും എന്ത് വിചാരിക്കുമെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലൊന്നും നേടാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പം ബെസ്റ്റ് ടൈമാണ്. എനിക്കിപ്പം കറൻ്റ്ലി കുറച്ച് ദിവസം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ഫീല് നമുക്ക് വരുമല്ലോ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും നാൾ എൻ്റെ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത്രയും ഞാൻ നീട്ടി വെച്ചു. അത് ഏറ്റവും വലിയ തെറ്റാണ്. മീൻസ് അവരെന്തോ വിചാരിക്കട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പം നമ്മളുടെ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി കേരളത്തിലെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാർ അത്യാവശ്യം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര ശ്രദ്ധ ചെലുത്തുന്ന എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെ പേടിച്ച് നമ്മൾ ലൈഫിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കാണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ എപ്പോഴാണ് 2023 ഇപ്പോൾ 26 ആയില്ലേ, 2023 മുതൽ ഞാൻ ഇങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഡയറി എഴുതും. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ 2023 ഡയറി എടുത്ത് നോക്കാനായിട്ടൊരു ഇത് കിട്ടി. ഞാൻ ജസ്റ്റ് എൻ്റെ അലമാരയും കാര്യങ്ങളും അടുക്കുന്ന സമയത്ത് എൻ്റെ പണ്ടത്തെ 23 ഡയറി കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഞാൻ ആ സമയത്ത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ട്രൈപോഡൊക്കെ വാങ്ങിയായിരുന്നു. ട്രൈപോഡ് ഭയങ്കര ആഗ്രഹം കൊണ്ടിട്ട് അങ്ങനെ ട്രൈപോഡ് വാങ്ങിയതിൽ അന്നേരം ലാപ്ടോപ്പില്ല. ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, അന്നേരം എനിക്ക് ലാപ്ടോപ്പില്ല. ഓൺലി ഒരു സാംസങ്ങിൻ്റെ ഫോണുണ്ട്, ഞാനും ഉണ്ട്. അപ്പം ട്രൈപോഡ് ഉണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈപോഡ്, ഒരു മൈക്ക് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ അത് എന്തോ ഒരു റീസൺ വന്നിട്ട്, എന്തോ ഷിപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് അത് കിട്ടിയില്ലായിരുന്നു എനിക്ക്. പക്ഷേ ട്രൈപോഡ് കിട്ടി. ഞാൻ ഒരു ക്ലാസ് വീഡിയോസ് അല്ലെങ്കിൽ എന്തുവാണ്, ഞാൻ ലാംഗ്വേജ് പഠിപ്പിക്കുമായിരുന്നു, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെ ക്ലാസ് തുടങ്ങാം, അതായത് ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടിട്ട് ക്ലാസ് തുടങ്ങാം എന്ന് വെച്ചാൽ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ട്രൈപോഡും കാര്യങ്ങളും വാങ്ങി അന്നേരം യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡയറി എടുത്ത് വായിച്ച സമയത്ത് എനിക്ക് ഓർമ്മ പോകുന്നൊരു കാര്യമാണ് 2023 സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈപോഡ് വാങ്ങിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തായി, എനിക്ക് ജർമ്മനിലോട്ട് കയറി വരേണ്ട സമയമായി. വിസയൊക്കെ സെറ്റായി, എല്ലാം സെറ്റായി. പക്ഷെ പിന്നെ ഞാൻ അത് അവിടെ ഉപേക്ഷിച്ചു.
പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് സെറ്റായതിനു ശേഷം എനിക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ എന്തുവാണ്, ഒന്നാമത്തെ തരം മടി, പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, പിന്നെ ഞാൻ എല്ലാം തള്ളി നീക്കി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങണം, അങ്ങനത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ എന്താ പോഡ്കാസ്റ്റ് തുടങ്ങണം, അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് ഇപ്പോഴുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നീട്ടി വെച്ചു, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഇപ്പം കറൻറ്റ്ലി എനിക്ക് ട്രൈപോഡില്ല, ഞാൻ ഫോണിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹത്തിനെ പുറത്ത് ഇപ്പം ഞാൻ ചിന്തിച്ചു, ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യരുത്, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണിത്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. ഇപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PSC ടെസ്റ്റോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവാനായിട്ട്, അതായത് അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ തുടങ്ങാനായിട്ട് നമുക്കൊരു ചിന്ത വന്നു, ഓക്കെ തുടങ്ങാം എന്നുള്ളൊരു ഇത് വന്നു. അപ്പം പക്ഷെ നമ്മളെന്തുവാണ്, അത് ഓവർ തിങ്ക് ചെയ്യരുത്. ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കരുത്. അത് വെച്ചാൽ ചിന്തിക്കരുതെന്നല്ല, അത് ഭയങ്കരമായിട്ട് ചിന്തിക്കരുതെന്നല്ല, എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ചിന്തിക്കരുത്. കാരണം അത് നമ്മളെ വേറെ ലെവലിലോട്ട് എത്തിക്കും. എന്ന് വെച്ചാൽ നെഗറ്റീവ്, ഇത് തുടങ്ങണോ, പിന്നെ അത് മടിയായി, പിന്നെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊരു ചിന്തയായി, അങ്ങനെ അത് നീട്ടി വയ്ക്കും. ഇപ്പം ഞാൻ 2023 പ്ലാൻ ചെയ്ത കാര്യം എനിക്ക് 2026 തുടങ്ങാൻ പറ്റിയത്. എൻ്റെ ഇത്രയും ചിന്തകളുണ്ടിട്ട് എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ചിന്തകളുണ്ട്. ഓക്കെ, അത് വെച്ചാൽ അങ്ങനെ കൊണ്ടിട്ട് എനിക്കും ഇത്രയും സമയം. അപ്പം ഞാൻ ഇപ്പം ഇന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, തുടങ്ങാൻ വേണ്ടിയെന്ന് ചിന്തിക്കുന്ന സമയം, സ്റ്റാർട്ട് ചെയ്യേണ്ടതിനും കുറച്ച് മുന്നേ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ 2023 ഞാൻ ട്രൈപോഡ് സംഭവങ്ങൾ വാങ്ങിയ സമയത്ത് എന്തുവാണ് ആ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എന്തുവാണ് അങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഞാൻ ഏത് ലെവലിൽ എത്തുമായിരുന്നു, മനസ്സിലായില്ലേ. ചിന്തിച്ചുമായിരുന്നു. മീൻസ് 3 വർഷം, 23, 24, 25, 26, ഓക്കെ, ഏകദേശം 3.5 വർഷം ഓടുമായിരുന്നു. എന്തായാലും ഒരു റീച്ച് കിട്ടാതിരിക്കത്തില്ല. എന്തെങ്കിലും നല്ലൊരു രീതിയിൽ എത്തിയില്ലെങ്കിലും ഒരു മോട്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്തിലെത്തിയേനെ. ഈ 3 വർഷമാണ് ഞാൻ ഇത്രയും ചിന്തിച്ച് നീട്ടി വെച്ചത്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ഒരു കാരണം കൊണ്ടിട്ട് നമ്മളെ ഡ്രീംസ് നീട്ടി വയ്ക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ ചെയ്യുക, മനസ്സിലായില്ലേ. അതാണ് എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ എനിക്ക് പറയാൻ തോന്നിയത്. ഞാൻ ഇനി അങ്ങോട്ടുള്ള പോഡ്കാസ്റ്റ് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. പിന്നെന്തുവാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാം. സ്റ്റോറീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ്, ബുക്ക് റീഡിങ് ഒക്കെ ഇതെല്ലാം ഇൻക്ലൂഡ് ആക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്കുള്ള ഇതെന്ന് പറയുമ്പോൾ, അഡ്വൈസ് എന്ന് പറയുമ്പോൾ, ഒരു കാര്യവും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. അല്ലെങ്കിൽ എന്തുവാണ് ഇവരെന്ത് വിചാരിക്കും, ഓക്കെ, പിന്നെ മടി കാരണം മാറ്റി വയ്ക്കരുത്. പിന്നെ നമുക്കത് റിഗ്രറ്റ് അടിക്കും. ഞാൻ കുറച്ച് പിന്നെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഈ 3 വർഷം ഞാൻ ഇങ്ങനെ തള്ളി നിൽക്കല്ലോ, ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒത്തായിരുന്നു, ഇങ്ങനത്തെ ഒരു ചിന്ത വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം അങ്ങനെ ചിന്ത നമ്മൾ ഭാവിയിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിട്ട് ഞാൻ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുവാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ, അടുത്ത പോഡ്കാസ്റ്റ് മുതൽ നമുക്ക് നല്ല സെറ്റാക്കാം. ഓക്കെ, അപ്പം ബൈ.